നട്ടുച്ച, നല്ല വെയിൽ, ഏകദേശം 34-ൻ്റെ അടുത്തുണ്ടായിരിക്കാം. ഫീൽസ് ലൈക്ക് 40 ഉണ്ടാവും. കൈ പൊള്ളുണ്ട് കേട്ടോ. സ്ലീവ് ഇട്ടിട്ടും അതിനകത്തു കൂടെ തുളഞ്ഞ് കയറാം. വണ്ടിയിലാണെങ്കിൽ ഫ്യൂലും ഇല്ല. 2 പമ്പിൽ കയറി തിരിച്ചിറങ്ങിയതാണ്. ഒരിടത്ത് പെട്രോൾ തീർന്നിട്ടുണ്ട്, മറ്റേ പമ്പിൽ എനിക്കൊരു വിശ്വാസക്കുറവുണ്ട് എണ്ണ അടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിറങ്ങി. എന്താണെന്ന് വെച്ചാൽ CBRന് പൊതുവെയുള്ള കംപ്ലൈൻറ്റ് പണി കിട്ടാന്ന് പറഞ്ഞാൽ ഫ്യൂൽ പമ്പിന് പണി കിട്ടും. അപ്പോൾ അതാണ് ഇതിന് മെയിനായിട്ടുള്ള ഇഷ്യൂ വരാറ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് എണ്ണ അടിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നതാണ്. ഇനി അടുത്ത പമ്പ് ചാടി പിടിക്കണം. വണ്ടിയുടെ ചൂടും 104 ഡിഗ്രി സെൽഷ്യസ് ആണ് വണ്ടി ഇപ്പോൾ. അതിന് പുറമെ പുറത്തുള്ള ചൂടും. ഇതുപോലെ റോങ്ങിൽ വരുന്നവന്മാരാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ. താങ്ക് യു ഭയ്യ. റെക്കോർഡിംഗ്, ക്യാമറ, യൂട്യൂബ്. हाँ ഓക്കെ. അപ്പോൾ ഗൈസ്, ഫൈനലി ഞാൻ എണ്ണ അടിച്ചു കേട്ടോ. ഏകദേശം 5 ലിറ്ററിൻ്റെ മുകളിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു അഡിക്റ്റീവും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എന്തിനാണ് അഡിക്റ്റീവ് യൂസ് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം വെൽക്കം ടു മോട്ടോമോക്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിടയിൽ എത്ര പേർക്കറിയാം നമ്മൾ ഡെയിലി അടിക്കുന്ന പെട്രോൾ എത്രത്തോളം നല്ലതാണ് നമ്മളെ വണ്ടികൾക്ക് എന്നുള്ള കാര്യം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മളിടയിൽ ഒരുപാട് കമ്പനീസ് പല രീതിയിലുള്ള എണ്ണകൾ, അതായത് പല ക്വാളിറ്റിയിലുള്ള എണ്ണകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഡെൻസിറ്റി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് എണ്ണകൾ ഇന്ന് അവൈലബിൾ ആണ്. 720 to 770 വരെയുള്ള ഡെൻസിറ്റി ആയിരിക്കണം ഉപഭോക്താവിന് നൽകേണ്ടത്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് പ്യുവർ പെട്രോളിയം എത്രയുണ്ടോ അതിൻ്റെ മാസമാണ് ഡെൻസിറ്റി. അപ്പോൾ ഇത് നോക്കി അടിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പണി കിട്ടും. അറിയാലോ, എൻ്റെ കയ്യിലുള്ളത് CB 1000R ആണ്. മോസ്റ്റ്ലി എല്ലാ സൂപ്പർ ബൈക്കുകൾക്കും റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഹൈലി ഒക്ടേൻ ആയിട്ടുള്ള ഫ്യൂലുകളെയാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. മോസ്റ്റ്ലി ഇപ്പോൾ ഇറങ്ങുന്ന മോഡേൺ ബൈക്കുകൾക്കൊക്കെ കാണാം ടാങ്കിൻ്റെ ഒരു വശത്തായിട്ട് RON എന്ന് ലേബൽ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് RON? RON എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഒക്ടേൻ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പം ഈ ഒക്ടേൻ, നമുക്കറിയാം ഒക്ടേൻ ഫ്യൂൽസ് ഒരുപാടെണ്ണുണ്ട്. 91, 95, 98, 100. ഞാൻ മോസ്റ്റ്ലി അടിക്കാറുള്ളത് ഒക്ടേൻ 95 ഫ്യൂൽസ് ആണ്. അപ്പം എനിക്കവിടെ 95 ഫ്യൂൽസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ അഡിക്റ്റീവ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഹൈലി ഒക്ടേൻ ആയിട്ടുള്ള ഫ്യൂൽ ഒഴിച്ചാലുള്ള ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൻലി ഹൈലി ഒക്ടേൻ ആയിട്ടുള്ള ഫ്യൂൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്രഷൻ റേഷ്യോ കൂടുതലുള്ള ഇതുപോലത്തുള്ള വണ്ടികൾക്കാണ് നമ്മൾ ഹൈലി ഒക്ടേൻ ആയിട്ടുള്ള ഫ്യൂൽ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഇവിടെ നോർമൽ ഫ്യൂലിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ വളരെയധികം കംപ്രസ്ഡ് ആയതിനു ശേഷം മാത്രമേ ബേണിങ് നടക്കുകയുള്ളൂ. അതുവഴി മാക്സിമം ഫ്യൂൽ ബേൺ ആവുകയും അതുവഴി കാർബൺ കാര്യങ്ങളൊക്കെ എക്സോസ്റ്റ് വഴി പുറന്തള്ളുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഇതുപോലെയുള്ള വണ്ടികൾക്ക് നമുക്ക് നോർമൽ ഫ്യൂൽ അല്ലെങ്കിൽ റെഗുലർ ഫ്യൂൽ അടിച്ചാനുള്ള പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കൂടുതൽ കംപ്രഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഫ്യൂൽ ബേൺ ആവുകയും അപ്പോൾ അതിൽ തന്നെ കൂടുതലും ബേൺ ആവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അതായത് പൂർണ്ണമായും കംപ്രഷൻ ആവാത്ത ഒരു ടൈമിൽ തന്നെ അവിടെ ഫ്യൂൽ ബേൺ ആവാനും, അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി അല്ലെങ്കിൽ ഇഞ്ചക്ടേഴ്സ് പിന്നെ സ്പാർക്ക് പ്ലഗ് കാര്യങ്ങൾക്കൊക്കെ ഇതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ആയി കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിസ്റ്റണിന് വരുന്ന നോക്കിങ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈലി ഒക്ടേൻ ആയിട്ടുള്ള ഫ്യൂൽസിനെ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹൈലി ഒക്ടേൻ ഫ്യൂൽസ് യൂസ് ചെയ്യുന്നതോട് കൂടി തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെയധികം ലാഭിക്കാനും കൂടി സാധിക്കും. അപ്പോൾ അറിയാലോ, സൂപ്പർ ബൈക്കാണ്, തൊട്ടാ ക്യാഷ് പോണ പരിപാടിയാണ്. അപ്പം ഇതിനകത്തൊക്കെ അങ്ങനെ കാർബണായിട്ട് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി, ഇഞ്ചക്ടേഴ്സ്, അതുപോലെ തന്നെ പ്ലഗ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും.
അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻജിൻ അയച്ച് വണ്ടി പുറത്തേക്ക് ഇറക്കേണ്ട ഒരു അവസ്ഥ വരും കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറക്കിയാൽ മാത്രമേ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി കിട്ടുള്ളൂ. അത് ഈ ഒരു വണ്ടിക്കും Z800 ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ്. അപ്പം ആ ഒരു എൻജിൻ പുറത്തേക്ക് അയച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ലേബർ കോസ്റ്റ് വരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു ലാഭം നോക്കിയിട്ട് പ്രീമിയം പെട്രോൾ അടിക്കുന്നതിന് പകരം നോർമൽ പെട്രോൾ അടിച്ചാലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു വണ്ടികൾക്കൊക്കെ കാണാറുള്ളത്. പക്ഷേ മോസ്റ്റ്ലി എല്ലാ വണ്ടികൾക്കും അങ്ങനെയല്ല. ടാങ്ക് ഓപ്പൺ ചെയ്താൽ തന്നെ ത്രോട്ടിൽ ബോഡി കാണാൻ കഴിയും. പക്ഷേ ഈ ഒരു കാറ്റഗറി വണ്ടി പിന്നെ Z800 ഒക്കെ എൻജിൻ പൂർണ്ണമായിട്ടും പുറത്തേക്ക് ഇറക്കിയാൽ മാത്രമേ ത്രോട്ടിൽ ബോഡി കിട്ടുള്ളൂ. അപ്പം ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേബർ കോസ്റ്റ് നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ ഇനി നോർമൽ ബൈക്കുകൾക്ക് അല്ലെങ്കിൽ റെഗുലർ പെട്രോൾ യൂസ് ചെയ്യുന്ന വണ്ടികൾക്ക് ഹൈലി ഒക്ടൈൻ ആയിട്ടുള്ള ഫ്യൂൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈലി ഒക്ടൈൻ ആയിട്ടുള്ള ഫ്യൂലുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൈലി കംപ്രഷൻ റേഷ്യോ കൂടിയ വണ്ടികൾക്കാണ് എന്നുള്ളത്. അപ്പം ഒരു സാധാരണ ഒരു നോർമൽ വണ്ടി അല്ലെങ്കിൽ സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ലോവർ കംപ്രഷൻ റേഷ്യോ ആയിരിക്കും. അപ്പം ഈ ലോവർ കംപ്രഷൻ റേഷ്യോ ഉള്ള ഈ ഒരു എഞ്ചിനുകൾക്ക് മാക്സിമം കംപ്രസ്ഡ് ആയതിനു ശേഷമേ ഈ ഒരു ടൈപ്പ് ഫ്യൂലുകൾ ബേൺ ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചില പമ്പുകളിലൊന്നും ചില ടൈമിൽ നോർമൽ ഫ്യൂൽ അവൈലബിൾ ആവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ 95 പോലുള്ള ഫ്യൂലുകളായിരിക്കും സ്കൂട്ടർ പോലുള്ള ബൈക്കുകൾക്കൊക്കെ അടിക്കാറുള്ളത്. അപ്പോൾ ഒട്ടും റെക്കമെൻഡ് ആയിട്ടുള്ള കാര്യമല്ല ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി കംപ്രസ്ഡ് ആയതിനു ശേഷം മാത്രമേ ഈ ഒരു ടൈപ്പ് ഫ്യൂലുകൾ ബേൺ ആവുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫ്യൂലുകൾ സ്പോയ്ക്ക് പോലത്തുള്ള വണ്ടികൾക്ക് മാത്രമേ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഇന്ന് അടിച്ചിട്ടുള്ള ആ ഫ്യൂല് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ ഫ്യൂലാണ്. അപ്പോൾ നോർമൽ ഫ്യൂലിൽ തന്നെ താരതമ്യേന ഡെൻസിറ്റി വളരെയധികം കുറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 720 to 770 വരെയാണെന്നുള്ളത്. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അടിച്ചിട്ടുള്ളതിൽ താരതമ്യേന കുറഞ്ഞ ഒരളവിലുള്ള ഡെൻസിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ അഡിക്റ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡിക്റ്റീവ് യൂസ് ചെയ്യുമ്പോൾ താരതമ്യേന ചെറിയൊരളവിൽ എനിക്ക് ഡെൻസിറ്റിയിൽ മാറ്റം വരാനും നമുക്ക് കൂടുതലായിട്ട് ഫ്യൂൽ ക്ലീനിങ്ങിനും അതുപോലെ തന്നെ ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും അതുവഴി സഹായകമാകും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ അഡിക്റ്റീവ് യൂസ് ചെയ്തത്. അപ്പോൾ അഡിക്റ്റീവിന് 10 രൂപയേ ഉള്ളൂ, എന്നാലും നമുക്ക് വേർത്തായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൻസിറ്റിയും അതുപോലെ തന്നെ അഡിക്റ്റീവിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നിവിടെ പറഞ്ഞിട്ടോ. അപ്പോൾ നമുക്കിതൊരു എക്സ്പെരിമെൻ്റ് രൂപത്തിൽ ചെയ്ത് നോക്കിയാലോ എത്രത്തോളം എഫക്റ്റീവാണ് നമുക്ക് അഡിക്റ്റീവ് എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ് ചെയ്ത് നോക്കാം. ഒരു നോർമൽ ഫ്യൂലും അതുപോലെ തന്നെ അഡിക്റ്റീവ് വെച്ചിട്ടുള്ള ഒരു ഫ്യൂലും താരതമ്യം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ.